ിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നിലകൊള്ളുന്ന വേളയാണ്. അവിശ്വാസികളാകുന്ന ആളുകൾ ആവശ്യപ്പെട്ടതിനനുസരിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ ചിന്തിക്കുകയാണ്, എന്ത് ദൃഷ്ടാന്തമാണ് ഈ സമൂഹത്തിന് ഞാൻ കാണിച്ചു കൊടുക്കേണ്ടത്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ശറഫാക്കപ്പെട്ട വലത് കൈ ആകാശ ലോകത്തേക്ക് ഉയർത്തുകയാണ്. രാത്രി സമയമാണ്. ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനിലേക്ക് വിരല് ചൂണ്ടിക്കൊണ്ട് പ്രവാചകർ നടുവേ ഒരു വര വരയ്ക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫൻശഖൽ ഖമറു ഫലഖതൈൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ നേർക്ക് നേരെ കാണുകയാണ്, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ദർശിക്കുകയാണ്. രണ്ട് കഷ്ണങ്ങളായി, രണ്ട് പിളർപ്പായി ചന്ദ്രൻ മാറുകയാണ്. ഫലഖത്തും മിൻ ദൂനിൽ ജബൽ വഫലഖത്തും മിൻ ഖൽഫിൽ ജബൽ. ആ ചന്ദ്രൻ്റെതാകുന്ന ഒരു ഭാഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു, ഒരു ഭാഗം ഞങ്ങൾക്ക് മുമ്പാകെ ജബൽ അബൂ ഖുബൈസ് മലയുടെ മുന്നിലേക്ക് അത് വന്നുകൊണ്ട് നിലകൊള്ളുകയാണ്. മറ്റൊരു ഭാഗം അതിന്റെ പിറകിൽ പോയി നിലകൊള്ളുകയാണ്. രണ്ട് പിളർപ്പാക്കി ചന്ദ്രൻ ലോകത്ത് കാണിച്ചു കൊടുക്കുന്നു ഹബീബായ റസൂലുള്ളാഹി. ഫൻശഖൽ ഖമറു ഫലഖതൈൻ ഫലഖത്തും മിൻ ദൂനിൽ ജബൽ വഫലഖത്തും മിൻ ഖൽഫിൽ ജബൽ. രണ്ട് കഷ്ണമാക്കി ചന്ദ്രനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ദൃഷ്ടാന്തമാക്കി കാണിച്ചു കൊടുക്കുക. രണ്ട് പിളർപ്പാക്കി. എങ്ങനെയാണ് പിളർപ്പാക്കിയത്? തന്റെ മുസബ്ബിഹ വിരൽ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി താഴെ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ എന്നിട്ടിങ്ങനെ നടുവ് ഒരു വര വരച്ചു. വരയ്ക്കേണ്ട താമസം രണ്ട് പിളർപ്പായിട്ട് ഇങ്ങനെ കാണുകയാണ്, നേർക്ക് നേരെ കാണുകയാണ്. ദൃഷ്ടാന്തം സഹാബത്ത് കാണുന്നു, അവിശ്വാസികൾ കാണുന്നു, എല്ലാവരും കാണുന്നു. ഫകബ്ബറന്നാസു. സ്വഹാബത്ത് എല്ലാവരും തക്ബീർ മുഴക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലോകത്തിന്ന് വരെ ഒരാളും കാണിക്കാത്ത ദൃഷ്ടാന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കൾക്ക് കറാമത്തായി നൽകിയതാകുന്ന വലിയതാകുന്ന തൗഫീഖ്, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് എന്ന നിലക്ക് അമാനുഷികമായി അല്ലാഹു നൽകിയതാകുന്ന മഹത്തരമായ കഴിവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുഅ്ജിസത്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അമാനുഷികമാകുന്ന കഴിവ് കാണിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഈ സംഭവം ലോകത്തിന് ദൃഷ്ടാന്തമായി പഠിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബതിസ് സാഅതു വൻശഖൽ ഖമർ വഇൻ യറൂ ആയതൻ യുഅ്രിദൂ وإن يروا آية يعرضوا ويقولوا سحر مستمر. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ ഈ സംഭവം വ്യക്തമാക്കുകയാണ്. ഇഖ്തറബതിസ് സാഅ. ലോകാവസാനത്തിനടുത്തിരിക്കുന്നു. സ്വഹാബത്തെ ചിന്തിക്കണേ. ഈ ഭൗതിക ലോകത്ത് ആഡംബരാസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആധുനിക സമൂഹം പഠിച്ചു വെക്കണേ. 1400 വർഷം മുമ്പ് പരിശുദ്ധമായ ഖുർആൻ അവതരിക്കുകയാണ്. ഇഖ്തറബതിസ് ലോകാവസാനം അടുത്തിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഹബീബായ നബി തങ്ങളുടെ ബിഅ്സത്താണ്. അവിടുത്തെ കടന്നുവരവാണ്, അവിടുത്തെ നിയോഗമാണ്, അവിടുത്തെ വിയോഗമാണ്, അവിടുത്തെ വരവും അവിടുത്തേതാകുന്ന യാത്രയാകലും ലോകാവസാനത്തിന്റെ അടയാളമാണ്. കാരണം അവസാനത്തെ പ്രവാചകരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആയാണ് ഇഖ്തറബതിസ് സാഅ. ലോകാവസാനം അടുത്തിരിക്കുന്നു. വൻശഖൽ ഖമറു. ചന്ദ്രനിതാ രണ്ട് പിളർപ്പായി മാറിയിരിക്കുകയാണ്. ചന്ദ്രനെ അതാദരവായ പ്രവാചകർ അല്ലാഹു നൽകിയ അമാനുഷികമായ കഴിവിലൂടെ രണ്ട് പിളർപ്പാക്കി മാറ്റിയത്രേ. ഫലഖത്തും മിൻ ദൂനിൽ ജബൽ വഫലഖത്തും മിൻ ഖൽഫിൽ ജബൽ. രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റിയെന്ന് മാത്രമല്ല, ആ രണ്ട് കഷ്ണങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഒന്ന് പർവ്വതത്തിന്റെ മുന്നിൽ നിൽക്കുന്നു, ഒന്ന് പർവ്വതത്തിന്റെ പിറകിലേക്ക് മാറി നിൽക്കുന്നു.
ഉടനെ സ്വഹാബത്ത് മുഴുവനും ഫകബ്ബറന്നാസു, സ്വഹാബത്ത് മുഴുവനും തക്ബീർ ചൊല്ലുകയാണ്. ഇത് കണ്ടിട്ട് അവിശ്വാസികൾ വിശ്വസിച്ചോ? ഇല്ല. കൺമുന്നിൽ കാണുകയാണ്, ഒരു ദൃഷ്ടാന്തം കാണണം, കണ്ടാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തിട്ട് പോലും പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അവർ പിന്തിരിഞ്ഞ് കളയുകയാണ്. വലിയ ദൃഷ്ടാന്തം കൺമുന്നിൽ കണ്ടിട്ട് പോലും, അവർ വ്യക്തമായ ദൃഷ്ടാന്തം പ്രവാചകർ കാണിച്ചിട്ട് പോലും, വലിയ ദൃഷ്ടാന്തം കണ്ണിൻ മുന്നിൽ കണ്ടിട്ട് പോലും അവർ പിന്തിരിയുകയാണ്. വയഖൂലൂ സിഹ്റും മുസ്തമിർ. അബൂജഹലടക്കമുള്ളവർ ആ സദസ്സിലുണ്ടായിരുന്നു. അവർ ഒന്നടങ്കം പറഞ്ഞു, ജനങ്ങളെ വിശ്വസിക്കല്ലേ, ഹാദാ സാഹിറുൻ കദ്ദാബ് സഹറകും ബിഹി അബൂ കബ്ശാ. ആട്ടിടയന്റെ മകനായ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് നിങ്ങളെ ഇതാ കളവാക്കിയിരിക്കുന്നു. അവൻ നിങ്ങളെ കള്ളനാക്കിയിരിക്കുകയാണ്. നിങ്ങളോട് കൂടോത്രം ചെയ്തവനാണ്, മരണപ്രവൃത്തി ചെയ്തവനാണ്. അവൻ ഈ ചെയ്തതൊരു ജാലവിദ്യയാണ്, സിഹറാണ്. യഖൂലു സിഹറും മുസ്തമിർ. ഇത് വ്യക്തമായ സ്ഥിരപ്പെട്ടതാകുന്ന സിഹറാൻ എന്ന് പറഞ്ഞ് അവർ ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നിലകൊണ്ടു. ഖുർആനാണ്, ശരിക്കും മനസ്സിലാക്കണം, നല്ലതുപോലെ ചിന്തിക്കണേ. എല്ലാവരും ശ്രദ്ധിക്കും. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എന്തേ വിശ്വസിക്കുന്നില്ലേ? ഇത്ര വലിയ ദൃഷ്ടാന്തം കൺമുന്നിൽ ഞാൻ കാണിച്ചിട്ട് എന്തേ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇല്ല, ആരും വിശ്വസിക്കുന്നില്ല. അബൂജഹൽ എല്ലാവരെയും പിടിച്ചു നിർത്തി എല്ലാവരോടും പറഞ്ഞു, വിശ്വസിക്കരുത്. ചിലര് പറഞ്ഞു, എങ്ങനെ വിശ്വസിക്കാതിരിക്കും? കൺമുന്നിലല്ലേ കണ്ടത്. ഈ ജാലവിദ്യയാണ്, മാരണമാണ്, വലിയ ജാലവിദ്യക്കാരാണ്, മായാജാല വിദ്യക്കാരനാണ്. നമ്മുടെ കൺമുന്നിൽ കൺകെട്ട് കുറത്തിച്ചതാണിത്. നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ജാലവിദ്യയാണ്. അപ്പോൾ അതിൽ പ്രമുഖരായ ചില ഖുറൈശികൾ പറഞ്ഞു, നമുക്ക് ഇപ്പോൾ ഈ സദസ്സിലില്ലാത്തതാകുന്ന യാത്രാ സംഘങ്ങളോട് ചോദിക്കാം. നാട്ടിലില്ലാത്തതാകുന്ന ആളുകൾ ഇവിടെ നിന്ന് ഷാമിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ കച്ചവട ആവശ്യാർത്ഥമായി പോയവരുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. അവരെന്ത് പറയുന്നു? അവര് പറയാണ്, ഇതേ ദിവസത്തിൽ ഇതേ രാത്രിയിൽ ഞങ്ങളും ഇത് കണ്ട് എന്ന് പറയുകയാണെങ്കിൽ, വഇദാ റഅൂ മാ റഅയ്തും ഫഖദ് സദഖ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കണ്ടതെല്ലാം തന്നെ അവരും കണ്ടു എന്ന് പറയുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സത്യമാണ്. വഇല്ലം യറൂ മാ റഅയ്തും, നിങ്ങൾ കണ്ടത് അവർ കണ്ടിട്ടില്ല, ഇതേ രാത്രിയിൽ അങ്ങനെ ചന്ദ്രനെ പിളർപ്പാക്കുന്നത് അവരുടെ ദൃഷ്ടിപഥത്തിൽ വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായും സാഹിറുൻ കദ്ദാബ്, ഇവൻ ചെയ്തിരിക്കുന്നത് ഒരു മാരണപ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി മുഹമ്മദിനെ നമുക്ക് തള്ളിക്കളയുകയും ചെയ്യാം. അപ്പൊ ആളുകൾ പറഞ്ഞു, അത് നല്ലൊരു ഡിസിഷനാണ്, നല്ലൊരു തീരുമാനമാണ്. കാരണം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ കാണിച്ചു, ലോകത്തുള്ള എല്ലാവരെയും കൺകെട്ട് കാണിക്കൽ എന്തായാലും പറ്റൂലല്ലോ. ഒരു ജാലവിദ്യക്കാരനെ കൊണ്ട് പറ്റൂല. മായാജാല വിദ്യക്കാരൻ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ളവരെയല്ലേ കൺകെട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ചന്ദ്രൻ ലോകത്ത് മുഴുവനും ദൃഷ്ടാന്തമാകുന്നതാണ് രാത്രി. അപ്പൊ ഇവിടുന്ന് യാത്ര പോയ ആളുകൾ എന്തായാലും ഇത് കണ്ടിട്ടുണ്ടാവും. ചന്ദ്രനെ പിളർപ്പാക്കി അത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ദർശിച്ചിട്ടുണ്ടാവും. എങ്കിൽ അത് നമുക്കൊന്ന് ചോദിക്കാം. സുബ്ഹാനല്ലാഹ്, അങ്ങനെ യാത്രക്കാരായ ആളുകൾ വന്നു. യാത്രക്കാരായ ആ സംഘങ്ങൾ വന്നു, അവരോട് ചോദിച്ചു. മക്കയിലെ മുശ്രിക്കീങ്ങൾ ചോദിച്ചപ്പോൾ അവരും ഒന്നടങ്കം പറഞ്ഞു, ശരിയാണ്, അതേ രാത്രിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞങ്ങളും കണ്ടതാണ്. ചന്ദ്രൻ രണ്ട് പിളർപ്പാകുകയും അതിങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഞങ്ങൾ കാണുകയും ചെയ്തു. എല്ലാവരും പറഞ്ഞു. യാത്രാ സംഘങ്ങൾ പലതും വരുന്നുണ്ട്. ആഴ്ചകൾ പിന്നിട്ടപ്പോൾ വരുന്നു, മാസങ്ങൾ പിന്നിട്ടു. എല്ലാവരോടും ചോദിച്ചു, എല്ലാവരും ഒരേ അഭിപ്രായം. അപ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചോ? അപ്പോഴും അവർ അവിശ്വസിച്ചു. അവരപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ഹാദാ സിഹറുൻ, ഇതൊരു മാരണം തന്നെയാണ്, ജാലവിദ്യ. നോക്കൂ നിങ്ങൾ, ഒരാളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കുഫ്രിയത്ത് അഹ്ലുകാരുണ്ട്. അവർക്ക് എത്ര തെളിവ് ഓതിയാലും അവരതിൽ തന്നെ അടിയുറച്ചു നിൽക്കുക. എത്ര തെളിവ് മുന്നിലിട്ട് കൊടുത്താലും അവർക്കത് വിഷയമില്ല. നബിയോടുള്ള എന്തോ ഒരു അനിഷ്ടക്കേട് അവരുടെ ഹൃദയാന്തരങ്ങളിൽ തുടികൊള്ളുകയാണ്. എത്ര തെളിവ് ഓതിയാലും അവർക്കതൊന്നും ചെവിക്കൊള്ളാൻ സമയമില്ല.
അവരാ സമയമാകുമ്പോൾ ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും, വീണ്ടും വീണ്ടും ഫിത്ന പറഞ്ഞുകൊണ്ടേയിരിക്കും. കേട്ടില്ലേ? റബീഉൽ അവ്വൽ ആവുമ്പോ തഴവ ഉസ്താദിന്റെ 2 വരികളുമായിട്ട് രംഗപ്രവേശനം ചെയ്യും. ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. നബിക്കുള്ള മൗലിദ് എന്താണ് പറയല്? നബിക്കുള്ള മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. എപ്പോഴും ഉള്ളതല്ല ഈ 2 വരി. അതിന്റെ ബാക്കി പാടത്തില്ല, ബാക്കി പാടിയ അഡ്രസ് പോകും. കാരണം അതിന് തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്ന വരികൾ പാടിയാൽ ഇടങ്ങേറാകും. മൗലിദ് ഓതിയിട്ടേ പറ്റുള്ളൂ. കാരണം ഈ 300 ശേഷമുള്ളതാണെന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? മലിക്കുൽ മുളഫർ ധീരനായ ഒരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന. നബിക്കുള്ള മൗലിദ് കഴിക്കലെന്തുത്സാഹമാ, മാസം റബീഉൽ അവ്വൽ എന്ത് ആഘോഷമാ. മൗലിദ് കഴിക്കുന്നെന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 അലുവായുമുണ്ട് ഓരോ നിറത്തിലും. ഓരോ പാത്രത്തിലുമായിട്ട് 1,30,000 പാത്രങ്ങളിലായി വ്യത്യസ്തമാകുന്ന ഹലുവ, നല്ല മധുരപലഹാരം. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ മമ്പാട് ഇവിടെ ടൗണിലുള്ള പള്ളിയിലാണ് ഇപ്പൊ ജമ്മാക്കി നമസ്കരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്. തങ്ങൾ ഇവിടെ സദസ്സിലെത്തി എന്നറിഞ്ഞപ്പോൾ അവിടെ പെട്ടെന്ന് കയറി മഗ്‌രിബ് ഇശായും ജമ്മാക്കി നിസ്കരിച്ചിട്ടാണ് സദസ്സിൽ. അവിടെ മൗലിദ് ഓതിയിട്ട് നല്ല ലഡു കൊടുക്കുകയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കണ്ടോ? ഇത് മലിക്കുൽ മുളഫർ എന്ന് പറയുന്ന രാജാവ്, ബഹുമാനപ്പെട്ടവർ അവിടുന്ന് കാണിച്ച വലിയൊരു മാതൃകയാണ്. ഹിജ്റ 300 ശേഷം കടന്നു വന്ന വലിയൊരു വ്യക്തിത്വം, വലിയ രാജാവ്. ഔലിയാക്കളെയും അമ്പിയാക്കളെയും മഹത്തുക്കളെയും പ്രത്യേകിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വല്ലാതെ അനുരാഗം വെച്ചിരുന്ന, ആശിഖായിരുന്ന വലിയൊരു മനുഷ്യൻ, പ്രവാചകരോട് വലിയ ഇഷ്ക് വെച്ചതാകുന്ന വലിയ മഹോന്നത വ്യക്തിത്വം. അദ്ദേഹം അക്കാലഘട്ടത്തിലെ വലിയ സൂഫിയാക്കൾ, മഹത്തുക്കൾ, മഹാന്മാർ, വിലായത്തിന്റെ മർത്തബയെത്തിയതാകുന്ന ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് വലിയ മൗലിദിന്റെ സദസ്സ് നടത്തും. വിശാലമായ സദസ്സ്. അതില് 5000 ആടിനെ അറക്കും, 10,000 കോഴിയെ പൊരിക്കും. അതാ പാടിയത് തഴവ ഉസ്താദ്. ഏത് വരിക്കുന്നത്? ഉടനെ നേരത്തെ പാടിയ മുജാഹിദുകാർ അല്ലെങ്കിൽ മറ്റുള്ള ആശയക്കാർ പാടിക്കൊണ്ട് നടക്കുന്ന ബിദ്അത്തിന്റെ അഹ്ലുകാർ പാടിക്കൊണ്ടിരിക്കുന്ന വരിയുടെ തൊട്ട് താഴെയുള്ള വരികളാണ് ഈ പറഞ്ഞത്. ഏത്? മൗലിദ് കഴിക്കുന്നെന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000. 10,000 കോഴിയും 5,000 ആടും അറത്തിട്ടുള്ളതാകുന്ന മൗലിദ് സദസ്സ് എവിടെയെങ്കിലും അങ്ങനെ നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അന്ന് നടത്തി. എപ്പോ? ഹിജ്റ 300 ശേഷം തന്നെ ബഹുമാനപ്പെട്ട മലിക്കുൽ മുളഫർ എന്ന് പറയുന്ന അക്കാലഘട്ടത്തിൽ വലിയ രാജാവ്, ബഹുമാനപ്പെട്ടവർ നടത്തിയതാകുന്ന വലിയ സംഭവബഹുലമാകുന്ന മൗലിദ്, അത് 300 ശേഷമാണ് ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പാടി. എന്ന് പറഞ്ഞാൽ വിപുലമായി കഴിക്കുന്നതാകുന്ന ഒരു പരിപാടി 300 ശേഷമാണ്. 5,000 ആടും 10,000 കോഴിമറത്ത് 1,30,000 പ്ലേറ്റിൽ അലുവയും വെച്ചിട്ട് വിതരണം ചെയ്തിട്ടുള്ള വിശാലമാകുന്ന ഒരു മൗലിദിന്റെ സദസ്സ്, അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. എന്താ അതിന് മുമ്പില്ലാത്തത്? മുമ്പ് ഇദ്ദേഹം ജനിച്ചിട്ടില്ല. ഇയാൾ ജനിച്ചത് 300 ശേഷമാണ്. നേരത്തെ ജനിച്ചിരുന്നേ ഉണ്ടായാനെ. അതാണ് ഇത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അല്ലാതെ തഴവ ഉസ്താദ് എന്തിന്റെ വിരോധിയല്ല, മൗലിദിന്റെ വിരോധിയല്ല. അത് തൊട്ടടുത്ത വരികൾ ബിദ്അത്തിന്റെ അഹ്ലുകാർ കട്ടതാണ്, അവരത് മുക്കി. മനസ്സിലാക്കണം. മാത്രമല്ല തഴവ ഉസ്താദ് തന്നെ അൽ മവാഹിബുൽ ജലിയയിൽ തന്നെ പറഞ്ഞിട്ടുള്ള വരി, അതാണ് ഞാൻ തുടക്കത്തിൽ ആദ്യം പറഞ്ഞ വരി. ഏതാണത്? നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണീർ ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ.
നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. ഇതുപോലെ സദസ്സി മാത്രമല്ല, പള്ളിയിലും മാത്രമല്ല, എവിടെയും കൂടി ഓതണം, വീട്ടിലും ഓതണം. അതാണ് വീട്ടിലും ഓതേണ്ടതാന്ന് പറഞ്ഞാൽ മനസ്സിലാകേണ്ടത്. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണീർ ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. എല്ലാ ബലാമുസീബത്തുകളെ തൊട്ടും കാവല് കിട്ടാൻ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ, വബാകൾ, പ്ലേഗ് രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇല്ലാതിരിക്കാൻ, കള്ളന്റെ ശല്യമില്ലാതിരിക്കാൻ, കണ്ണേറില്ലാതിരിക്കാൻ, അസൂയാലുക്കളുടെ അസൂയ തൊട്ട് തടയിടാൻ വീട്ടിലും എന്തോതണം? മൗലിദ് ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെ മഹത്തുക്കൾ നമുക്ക് കൈമാറി തന്നതാണ് മഹത്വരമാകുന്ന മൗലിദ്. മാത്രമല്ല, തഴവ ഉസ്താദ് 18ാമത്തെ വയസ്സിൽ, ഇതൊക്കെ ഇന്നത്തെ തലമുറ അറിയണം, ലൈവ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓപ്പണായി പറയുന്നത്, പറയേണ്ടത് നമ്മൾ തന്നെയാണല്ലോ. എൻ്റെ ഉമ്മയുടെ വാപ്പയാണ് തഴവ ഉസ്താദ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം മൗലിദ് വിരോധിയാണ്, മൗലിദ് ഓതിയിട്ടില്ല എന്ന് പറയുമ്പോൾ തിരുത്തി കൊടുക്കേണ്ടത് ആരാണ്? കുടുംബക്കാരായ ഞങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് പരസ്യമായിട്ട് പറയുന്നത്. റബീഉൽ അവ്വലാകുമ്പോൾ ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങും, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. തഴവ പറഞ്ഞില്ലേ? തഴവ മൗലിദ് ഓതിയിട്ടുകൊണ്ട് മൗലിദിന്റെ പ്രചാരകനാകുന്ന സുന്നി ആശയക്കാരനാണ്. അതാദ്യം മനസ്സിലാക്കി. കാരണം 18ാമത്തെ വയസ്സിൽ അറബിയിൽ തന്നെ മൗലിദ് സ്വന്തമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എഴുതിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ടതാകുന്ന തഴവ ഉസ്താദ്. അത് മനസ്സിലാക്കണം, തലമുറ അറിഞ്ഞിട്ടില്ല. മലഹറുൽ അത്തം എന്ന പേരിൽ ബിബർസഖിൽ അഅം, മലഹറുൽ അത്തമ്മി ബിബർസഖിൽ അഅം എന്ന പേരിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തന്നെ 18ാമത്തെ വയസ്സിൽ അറബിയിൽ ഗദ്യ പദ്യ സമ്മിശ്രമായി നമ്മൾ മങ്കൂസ് മൗലിദൊക്കെ ഓതുന്നത് പോലെ തന്നെ 4-5 ഹിക്കായത്തുള്ള മനോഹരമാകുന്ന മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നല്ല വൃത്തിക്ക് എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ആര്? ബഹുമാനപ്പെട്ടതാകുന്ന തഴവ ഉസ്താദ്. തഴവ ഉസ്താദിന്റെ ഉസ്താദാണ് നമ്മുടെ ആമക്കാട് ബഹുവന്യരാകുന്ന ഇബ്രാഹിം മുസ്ലിയാർ. അല്ലാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. നമ്മുടെ പരിസരത്തല്ലേ അന്ത്യവിശ്രമം ചെയ്ത് ആമക്കാട് ഇബ്രാഹിം ഉസ്താദ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അദ്ദേഹം കായംകുളം ഹസനിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ദറസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ടതാകുന്ന തഴവ ഉസ്താദ് അവറുകൾ അവിടുത്തെ ശിഷ്യനായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന് പറയുന്ന പ്രദേശത്ത് ദറസ് നടത്തുന്ന സമയത്ത് ആമക്കാട് ഉസ്താദ് അവറുകൾ, ഞാൻ പറഞ്ഞു വന്നത് അത്രയെത്ര വലിയ വലിയ സൂഫിയാക്കളാകുന്ന മഹത്തുക്കളാകുന്ന അഹ്ലുസുന്നയുടെ ഏറ്റവും വലിയ അജയ്യരാകുന്ന മഹത്തുക്കളുടെ തിരുസവിധത്തിൽ ഓതിപ്പിടിച്ചതാകുന്ന മഹത്തുക്കളെ കുറിച്ച് ആവശ്യമില്ലാത്തത് പ്രചരിപ്പിക്കരുത്. അവർ മൗലിദ് വിരോധികളുമല്ല, മൗലിദിനെ എതിർത്ത് പാടിയിട്ടുമില്ല. പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? മുളഫർ രാജാവ് എന്ന് പറയുന്ന വലിയ ധർമ്മിഷ്ഠനാകുന്ന, വലിയ ഔലിയാക്കളെ സ്നേഹിക്കുന്ന, മുത്തുനബിയെ ഇഷ്ക് വെക്കുന്നതാകുന്ന ഒരു മഹോന്നത രാജാവ്, അദ്ദേഹം നടത്തിയിട്ടുള്ളതുപോലെ വിപുലമായ 5000 ആടും 10000 കോഴിയും 1,30,000 പ്ലേറ്റിലും ഒക്കെ അലുവായും നിറച്ച് മധുരപലഹാരങ്ങൾ നിറച്ചിട്ടുള്ള വിശാലമാക്കപ്പെട്ട മൗലിദിന്റെ കാഴ്ചപ്പാടുണ്ടായത് ഹിജറ 300 ശേഷം വന്നതാണ്. എന്താ 300 ശേഷം വന്നത്? മൂപ്പര് ജനിച്ചത് അപ്പോഴാണ്, നേരത്തെ ജനിച്ചില്ല. അതാണ് മനസ്സിലാക്കേണ്ട വസ്തുത. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിലൊക്കെ അന്ന് മുതൽ അൽഹംദുലില്ലാ നമ്മൾ മൗലിദ് കൃത്യമായി ഓതിക്കൊണ്ടുവരികയാണ്. ഇവിടെ നേരത്തെ മജ്‌ലിസിൽ റാഹത്തായ നിലയിൽ മൗലിദ് പാരായണം നടത്തി. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുതിയ സുബ്ഹാന മൗലിദ് എന്നതിന്റെ വളരെ സംക്ഷിപ്ത രൂപമാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമുക്ക് എഴുതി തന്നിട്ടുള്ള മങ്കൂസ് മൗലിദ്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ചുരുക്കപ്പെട്ടത് എന്നാണ്, ചുരുക്കപ്പെട്ട മൗലിദാണ്. സുബ്ഹാന മൗലിദ് എന്ന് പറയുന്ന വിശാലമായ മൗലിദ്, വലിയ മൗലിദ് കിതാബിൽ ആ മൗലിദുണ്ട്, സുബ്ഹാന മൗലിദ്. സുബ്ഹാന മൗലിദിന്റെ വളരെ സംക്ഷിപ്ത രൂപമാണ് മങ്കൂസ് മൗലിദ്. അത് നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യണം, എല്ലാ ദിവസവും ഓതണം. കഴിയുമെങ്കിൽ 5 ഹിക്കായത്തും ഓതി തന്നെ ദുആ ചെയ്യണം. അങ്ങനെ തന്നെ വേണം, കാരണം ഏറ്റവും ചുരുക്കപ്പെട്ടതാണത്. അത് പിന്നെ ചുരുക്കി പോകുന്നത് നല്ലതല്ല. പരമാവധി സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ സമയമെടുക്കും, അത് പൂർണ്ണമായി തന്നെ ഓതണം. എല്ലാ ദിവസവും വീടുകളിൽ പാരായണം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ.
അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ നബി തങ്ങളോടുള്ള അനുരാഗം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ദൃഢമാക്കണേ അല്ലാ. മുത്തുനബിയോടുള്ള സ്നേഹവും താല്പര്യവും ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാ. അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. എത്രയെത്ര മഹത്തുക്കൾ, എത്രയെത്ര ഔലിയാക്കൾ, എത്രയെത്ര ഇമാമിങ്ങൾ മുൻകഴിഞ്ഞു പോയതാകുന്ന മഹത്തുക്കൾ അവിടെ പ്രകീർത്തിച്ചു പോയി. അല്ലാഹുവേ, അവരോടൊപ്പം ചേർന്നുകൊണ്ട് മദ്ഹ് ചെയ്യാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാദാസീത വ്യക്തിയല്ലല്ലോ. ആകാശത്ത് തിന്നിമളങ്ങുന്നതായ നക്ഷത്രമാകുന്ന ചന്ദ്രനെ തന്റെ വിരല് ചൂണ്ടിയിട്ട് ഒരു വര വരച്ചുകൊണ്ട് 2 കഷ്ണങ്ങളാക്കി ഭൂമിയിലേക്ക് ഇറക്കിയതാകുന്ന മഹാമനീഷിയാണ്. ലോകം മുഴുവനും ആ വലിയതാകുന്ന സംഭവം മുഅ്ജിസത്ത് കാണുകയാണ്. ഇത് നടന്ന, ശരിക്കും ശ്രദ്ധിക്കണേ, ഈ സംഭവം നടന്നത് AD 617. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ ഇത് കണ്ടു എന്ന് മാത്രമല്ല, ചരിത്ര രേഖയായി എത്രയോ മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങകലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് കൊടുങ്ങല്ലൂര് ദേശത്തുള്ളതാകുന്ന ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന, അന്ന് കൊടുങ്ങല്ലൂര് ദേശം ഭരിച്ചിരുന്ന സമുന്നതനായ പെരുമാൾ രാജാവും നേരിട്ട് അദ്ദേഹം ഇതേ സമയത്ത് തന്നെ ദർശിച്ചു. അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് അവിടുന്ന് സൗദിയിൽ ഈ സംഭവം കാണിക്കുമ്പോൾ ഇവിടുന്ന് ഇത് നേരിട്ട് കാണാമല്ലോ. ചേരമാൻ പെരുമാൾ, നമുക്കറിയാം, ചേര വംശത്തിൽ 4 ഘട്ടങ്ങളിലായി 58 രാജാക്കന്മാർ വന്നിട്ടുണ്ട്, 58 പെരുമാളുമാർ വന്നിട്ടുണ്ട്. അതിൽ 3ാമത്തെ ഘട്ടത്തിൽ ഏറ്റവും അവസാനമായി വന്നിട്ടുള്ളതാകുന്ന ചെങ്കൽ പെരുമാൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതായ ശംഖുവർമ്മൻ എന്ന പേരുള്ള വ്യക്തിയാണ് നമ്മുടെ കഥാപുരുഷൻ ചേരമാൻ പെരുമാൾ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശംഖുവർമ്മൻ എന്നാണ്. ശംഖുവർമ്മൻ, ചെങ്കൽ പെരുമാൾ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ആ പേരിലാണ്. അദ്ദേഹവും ഇത് കണ്ടു. അതേ സമയത്ത് തന്നെ അദ്ദേഹം പിറ്റേ ദിവസം തന്നെ സഭയെ ഒരുമിച്ച് കൂട്ടിയിട്ട് സഭാംഗങ്ങളോടായി ജ്യോത്സ്യന്മാര് കണക്കുള്ളവരോടൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ വസ്തുത? അവരെല്ലാവരും ഒന്നടങ്കം എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പറഞ്ഞു, വേദങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അറേബ്യയിൽ ഒരു വലിയതാകുന്ന ഉന്നതനായ വ്യക്തിത്വം ഭൂജാതനാകും. കടന്നു വന്നിട്ടുള്ള അദ്ദേഹത്തെ കൊണ്ട് വിശ്വാസമുറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന വലിയൊരു ദൃഷ്ടാന്തമാണ് ഇന്നലെ അവിടുന്ന് കണ്ടത് എന്ന് രാജാവിനോട് പറയുകയും, രാജാവ് തൻ്റെതാകുന്ന അംഗീകാരങ്ങളും രാജ്യത്ത് അദ്ദേഹത്തിന് നേടിയെടുത്തതാകുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഒഴിവാക്കി പരിശുദ്ധമായ മക്കയിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. അങ്ങനെ മക്കയിലെത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരം പിടിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്, പരിശുദ്ധ പ്രവാചകരെ കൊണ്ട് ഷഹാദത്ത് കലിമ ഏറ്റുചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാം മതം പുൽകുകയാണ്. തൗഹീദിന്റേതാകുന്ന ശാദ്വര തീരത്തേക്ക് കടന്നു വരുകയാണ്. ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് യാത്ര ചെയ്യവേ ഒമാനിലെ ഷഹർമുല്ല എന്ന പേരുള്ളതാകുന്ന സലാലയിലെ ഗ്രാമത്തിലൂടെ കടന്നു വരുമ്പോ രോഗാസ്ത്രനാവുകയാണ്. ശരീരത്തിൽ വല്ലാതെ അസുഖം ബാധിക്കുകയാണ്. ഷഹർമുല്ല, നിങ്ങൾ ഇന്നും പോയി നോക്കി, സലാലയിലാണ് അദ്ദേഹത്തിൻ്റെതാകുന്ന ഖബറുസ്ഥാനം. അവിടെ വെച്ചുകൊണ്ട് തന്നെ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ശംഖുവർമ്മൻ എന്ന പേരുള്ള അദ്ദേഹത്തിന്റെ പേര് മാറ്റിയിരുന്നു താജുദ്ദീൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പേരതാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ അന്ന് അദ്ദേഹം നേരിട്ട് കണ്ടതാകുന്ന ദൃഷ്ടാന്തം മുഖേന പരിശുദ്ധ മക്കയിലെത്തി ഇസ്ലാം മതം സ്വീകരിച്ച് അദ്ദേഹം നേരെ തിരിച്ചു വന്നു. എന്താണ് അദ്ദേഹം കണ്ട ദൃഷ്ടാന്തം? ചന്ദ്രനെ 2 പിളർപ്പാക്കി മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച ദൃഷ്ടാന്തം നേർക്ക് നേരെ തന്റെ കണ്ണുകൊണ്ട് ദർശിച്ചു. സുബ്ഹാനല്ലാഹ്. മുസ്ലിമായി സ്വഹാബിയായി മരണപ്പെടാൻ അവസരം കിട്ടി. അൽഹംദുലില്ലാഹ്, പലപ്പോഴും സലാലയിലെത്തി സിയാറത്ത് ചെയ്യാനുള്ള അവസരം ഈ വിനീതിന് ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അവിടെ എത്തി മഹാനുഭാവന് സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. കൊടുങ്ങല്ലൂർ ദേശക്കാരനായിരുന്ന പെരുമാൾ വംശത്തിലുള്ള 3ാമത്തെ ഘട്ടത്തിൽ ജീവിച്ചതാകുന്ന വലിയ മഹാനുഭാവൻ ചെങ്കൽ പെരുമാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ശംഖുവർമ്മൻ
എന്ന യഥാർത്ഥ പേരിന്റെ ഉടമ അദ്ദേഹം അവസാനം എത്തിച്ചേർന്നത് ഈ ഒരൊറ്റ ദൃഷ്ടാന്തം കണ്ടതിന്റെ പശ്ചാത്തലം തേടി അന്വേഷിച്ച് മക്കയിലെത്തി ഇസ്ലാം മതം പുൽകി ഒമാനിലെ സലാലയില് അദ്ദേഹം അന്ത്യവിശ്രമം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഞാൻ എന്തിനാണിത് പറഞ്ഞത്? നമ്മൾ ഈ കഴിഞ്ഞ മാസം ഏറ്റവും വലിയതാകുന്ന അഭിമാനത്തിലേക്ക് എത്തിയതാകുന്ന മാസമാണ്. ചന്ദ്രയാൻ 3 ഇന്ത്യയിലെ അഭിമാനം വാനോളം ഉയർത്തിയതാകുന്ന സംഭവമാണ്. ആദ്യമായിട്ടല്ല ചന്ദ്രനിലേക്ക് പേടകത്തെ അയക്കുന്നത്. 3 രാജ്യങ്ങൾ ഇതിനു മുമ്പ് അയച്ചിട്ടുള്ളതായിട്ടാണ് ചരിത്രം പറയുന്നത്. ഒന്ന് അമേരിക്കയാണ്, മറ്റൊന്ന് സോവിയറ്റ് യൂണിയൻ റഷ്യയാണ്, മൂന്നാമത്തത് ചൈനയാണ്. അതിനു മുമ്പും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും റഷ്യ അയച്ചിട്ടുണ്ട്. 1957 ഒരു പേടകത്തെ തന്നെ ചന്ദ്രനിലേക്ക് അയച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ. 61 അതിനുശേഷം യൂറി ഗഗോറിയൻ എന്നു പേരുള്ളതാകുന്ന ഒരു മനുഷ്യനെ തന്നെ അയച്ചു നോക്കി. 963 വാലിന്താൻ തെരസ്കോവ എന്ന് പറയുന്നതാകുന്ന ഒരു പെണ്ണിനെ അവർ അയച്ചു. അതിനുശേഷം പിന്നീട് 3 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ 71 ചന്ദ്രനിലേക്കുള്ള സഞ്ചാരപാത വെട്ടിത്തെളിക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ നോക്കി. പക്ഷെ അതിനിടയിൽ തന്നെ അവിടെ ആളുകൾ ചെന്ന് കാലുകുത്തി എന്ന് അവകാശപ്പെട്ടു. ആര്? 969 ജൂലൈ 3-ാം തീയതി തന്നെ അവിടെ ആള് ചെന്ന് ഇറങ്ങിയിട്ടുണ്ട്, നീലാസ്ട്രോങ് ചെന്ന് കാലുകുത്തി എന്ന് അമേരിക്ക തന്നെ അവകാശപ്പെട്ടു. യഥാർത്ഥത്തിൽ ഒരു അവകാശമായിട്ടാണ് ഇന്നും ശാസ്ത്രം അതിനെ പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണേ, ചന്ദ്രയാൻ 3 വലിയ സംഭവമായി നമുക്കിടയിൽ അറിയപ്പെടാൻ വലിയ സംഭവം തന്നെയാണ്. ഇന്ത്യയുടേതാകുന്ന അഭിമാനം വാനോളം ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോവിയറ്റ് യൂണിയൻ പല നിലയ്ക്കുള്ളതാകുന്ന പ്രവർത്തനങ്ങളിലൂടെ 957 മുതൽക്ക് പേടകത്തെ അയച്ചു. 61 ഒരു ആണിനെ അയച്ചു, 63 ഒരു പെണ്ണിനെ അയച്ചു, 71 മനുഷ്യൻ അങ്ങോട്ടുള്ള സഞ്ചാരപാത വെട്ടിത്തെളിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ ഇത്രയുമേറെ വലിയതാകുന്ന സംഭവങ്ങൾ നടത്തി പിന്നീടും പല പ്രാവശ്യങ്ങളിലും ആളെ അയച്ചിട്ട് പോലും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല റഷ്യക്ക്. റഷ്യയുടേതാകുന്ന പേടകത്തെ അവിടേക്ക് അയച്ച് ചന്ദ്രനിലേക്ക് എത്തുന്നതിന് മുമ്പ് തകർന്ന് തരിപ്പണമായി 4 ദിവസങ്ങൾ കഴിയവെയാണ് ഇന്ത്യയിൽ നിന്ന് നമ്മുടേതാകുന്ന ബഹിരാകാശ പേടകം ചന്ദ്രയാൻ 3 അവിടെ എത്തിയത്. ഇത്രയേറെ വലിയതാകുന്ന സംഭവങ്ങളൊക്കെ പറയുന്ന റഷ്യക്ക് അവസാനം അതിന്റെ പേടകത്തെ അവിടെ എത്തിക്കാൻ പറ്റിയിട്ടില്ല. അവിടേക്ക് പോയി ഇറങ്ങിയത്, നിരീക്ഷണം നടത്താൻ പറ്റിയത് നമ്മുടെ ഇന്ത്യയിൽ നയിച്ചതാകുന്ന ചന്ദ്രയാൻ 3-നാണ്. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് ചന്ദ്രയാൻ 2 പോയിട്ടത് വിഫലമായി പോയിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്, ശ്രമം പാഴായി പോയിട്ടുണ്ട്. ഇത് വലിയതാകുന്ന വിജയം ഇന്ത്യ വാനോളം ഉയർത്തിയിട്ടുണ്ട്, എല്ലാ നിലയ്ക്കും ഉയർത്തി. പക്ഷെ മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയേണ്ട വസ്തുത ചരിത്രം രേഖപ്പെടുത്തുന്നു 969 നീലാസ്ട്രോങ് അങ്ങനെ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുണ്ട് എങ്കിൽ ശേഷം ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ 50 വർഷങ്ങൾക്കിപ്പുറം 53 വർഷമായിട്ട് എന്തേ പിന്നീട് ഒരു അറ്റംപ്റ്റ് അതിനുവേണ്ടി നടത്താതിരുന്നത്? അങ്ങോട്ട് പോകാൻ എന്തുകൊണ്ട് അമേരിക്ക തയ്യാറായില്ല? 969 ഒരു മനുഷ്യൻ അവിടെ പോയി ഇറങ്ങിയിട്ടുണ്ട്. നീലാസ്ട്രോങ് കാലുകുത്തിയതായിട്ടാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചത്. അങ്ങനെ പോയിട്ടുണ്ട് എങ്കിൽ ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിയിട്ട് പറയുന്നു അത് വെറുതെയാണ്. അങ്ങനെ ഒരു വാദം ഉന്നയിച്ചതാണ്. കാരണം റഷ്യയുടെ മുന്നിലൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അമേരിക്കയുടെ ഒരു കെട്ടുകഥയാണ്. ഏതോ ഒരു മരുഭൂമിയിൽ പോയിട്ട് ഇറങ്ങുന്നതിന്റെ പശ്ചാത്തലം ചിത്രീകരിച്ചതാണ് ആ പടം എന്ന് ഇന്നും ശാസ്ത്രത്തിന്റെ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അവർ പറയാനുള്ള കാരണം ഇതാണ്, 69 അങ്ങനെ കാലുകുത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നീട് എന്തുകൊണ്ട് മനുഷ്യൻ ഒരാൾ പോലും അങ്ങോട്ടേക്ക് പോകാനോ സഞ്ചരിക്കാനോ കാലുകുത്താനോ എന്തുകൊണ്ട് പോയില്ല? ഇന്നിപ്പോ മനുഷ്യൻ അവിടെ സ്ഥലം വാങ്ങുന്ന തിരക്കിലാണ്. 2045 രൂപയാണ് 1 ഏക്കറിന് ചന്ദ്രനിൽ സ്ഥലത്തിന് വിലയുള്ളത്. ഞാനൊരിൻ്റെ ഒരു ബ്രോക്കറാണ്. ആർക്കെങ്കിലും സ്ഥലം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, 2045 രൂപയാണ് 1 ഏക്കർ ചന്ദ്രനിൽ ഇപ്പോൾ സ്ഥലം. അതിന്റെ വിൽപ്പന നടക്കുന്നുണ്ട് ഇപ്പോഴും, ഓൺലൈനായിട്ട് വിൽപ്പന. ആളുകൾ ഇപ്പോഴേ വാങ്ങിച്ചു കൂട്ടുകയാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ എത്ര ആളുകൾ വാങ്ങിച്ചു കൂട്ടിയത് ഈ അടുത്ത് പത്രവാർത്തയായിട്ടുണ്ടായിരുന്നു. ചിന്തിക്കുക, ലോകം എവിടെയാണ്? നമ്മുടെ ഈ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും അടുത്ത ഗ്രഹമാണ്. 3,84,803 കിലോമീറ്ററാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ്. അപ്പൊ ഇനി അടുത്ത് അവിടെയായിരിക്കും വസിക്കേണ്ടത്. ഇനി ഒരു വാളൊക്കെ അവിടെ വെച്ച് നടക്കും, ഉബറോസിൽ പ്രസംഗമൊക്കെ. ആ ഒരു ലോകത്തേക്ക് പോവാൻ
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചിരിക്കണ്ട, നമ്മളിപ്പോ ഇവിടെ ഭൂമി വാസയോഗ്യമാണെന്നും ഇതൊക്കെ അറിവ് നമ്മുടെ തലമുറകളായി ഇവിടെ വസിക്കുന്നത് കൊണ്ടാണ്. ഇതേപോലെ അവിടെ നമുക്ക് താമസിക്കാൻ പറ്റുമോ, വാസയോഗ്യമാണോ, കച്ചവടം നടക്കുമോ, ബിസിനസ് നടക്കുമോ, ഇതിന്റെയൊക്കെ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവിയിൽ അവിടേക്ക് എത്തും. ആകാശ ലോകത്ത് നിങ്ങൾക്കുള്ളതാകുന്ന റിസ്ഖ് പടച്ചറബ് വിശാലമാക്കി തരുന്നുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അവിടേക്ക് മനുഷ്യൻ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതിന്റെ സ്ഥലങ്ങൾ ആളുകൾ വാങ്ങിച്ചു കൂട്ടാൻ. മാത്രമല്ല, ചന്ദ്രനിലേക്ക് ഇന്ത്യ പോയി ചന്ദ്രയാൻ 3 അവിടെ വിക്ഷേപണം നടത്തിയതിന്റെ ഏറ്റവും വലിയ മാറ്റം ദക്ഷിണ ധ്രുവത്തിൽ പോയി കാലുകുത്തി എന്നുള്ളതാണ്. ഇന്ന് വരെ ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിൽ പോയി ഒരാളും കാലുകുത്തിയിട്ടില്ല, ഒരു പേടകവും അവിടെ ലാൻഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ അവിടെ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് വിജയകരമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിക്കണേ എന്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങൾ, അറിയണേ. എന്നാൽ ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചന്ദ്രനും അപ്പുറം സഞ്ചരിച്ചതാകുന്ന പ്രവാചകനാ നബി മുഹമ്മദ് മുസ്തഫ. ചന്ദ്രയാൻ 3 ഇന്ത്യയിൽ നിന്ന് അയച്ചതാകുന്ന ബഹിരാകാശത്തേക്ക് വിട്ടതാകുന്ന അതിന്റെ മേഖലയിൽ ഏറ്റവും വലിയ സംഭവമായിട്ട് അഭിമാനപുളകിതമാകുന്ന ഇന്ത്യയിലെ ഓരോ മുഅ്മിനീങ്ങളും സത്യവിശ്വാസികളും നമ്മളൊക്കെ തന്നെ അതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. അതിൽ നിലകൊണ്ടിട്ടുള്ളതാകുന്ന അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും അകമഴിഞ്ഞ് അവരെല്ലാവരും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നവരുമാണ്. അവരെ പ്രത്യേകമായി പ്രശംസിക്കുകയും ചെയ്യുന്നു. അതിനാരും എതിരല്ല, നമ്മളൊക്കെ അതിന് പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മോമിനികളോട് ചോദിക്കട്ടെ, അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ ചന്ദ്രനും അപ്പുറം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാകുന്ന 3,84,803 കിലോമീറ്റർ അടുത്ത് നിൽക്കുന്നതാകുന്ന ആ ഗ്രഹത്തിനുമപ്പുറം 7 ആകാശങ്ങൾക്കപ്പുറം ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അള്ളാഹുവിന്റെ തിരുസവിധത്തിലേക്ക് യാത്ര ചെയ്തതാകുന്ന പ്രവാചകനെ കുറിച്ചുള്ള 2 വരി എന്തുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്ത് സ്റ്റാറ്റസ് ഇടാൻ വിട്ടുപോയി? അവിടെയാണ് എനിക്ക് ചോദ്യമുള്ളത്. അവിടെയാണ് നമ്മൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റുള്ളതിൽ നിന്ന് വ്യതിരക്തനായി കാണേണ്ടതും. അവിടെയാണ് പ്രത്യേകിച്ച് ഈ നവസമൂഹത്തിൽ, ഈ കാലഘട്ടത്തിൽ, നവകാലിക സമൂഹത്തിൽ പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടേണ്ടതും ഈ വിഷയം തന്നെയാണ്. എന്തുകൊണ്ട്? ചന്ദ്രയാൻ 3 കുറിച്ച് ലോകം മുഴുവനും വാനോളം ഉയർത്തുമ്പോഴും ഇന്ത്യയെ ഏറ്റവും ഉത്തുംഗമാകുന്ന അഭിമാന സോപാനത്തിലേക്ക് വിരാജിക്കാൻ അത് എടുത്തുയർത്തുമ്പോഴും അതിനപ്പുറം എന്റെ ഹബീബ് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള നിശ്ചയദാർഢ്യം, ഈമാനിന്റെ പ്രഭ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നിനക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നമ്മുടെ ഹബീബ് അതിനപ്പുറവും പോയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അഥവാ യലാമയുടെ വീട്ടിൽ വിശ്രമിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പ്രവാചകരോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഖും വതുഫ് ബിൽ ബൈതി സബആ. നബിയേ നബിയേ എഴുന്നേൽക്കണേ റസൂലേ, പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യണേ റസൂലേ. ആദരവായ പ്രവാചകൻ പറയുകയാണ്, സംഭവം നടക്കുന്നത് നുബുവത്ത് കിട്ടിയിട്ട് 11ാമത്തെ വർഷമാണ്. 11ാമത്തെ വർഷമാ റജബ് മാസമാണ്. റജബ് 27ാം രാവാണ്. തൊട്ട് മുമ്പുള്ളതാകുന്ന വർഷം ആമുൽ ഹുസ്നായി ദുഃഖവർഷമായി പ്രവാചകൻ ആചരിച്ചതായ വർഷമാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാമായിരുന്ന അബൂ താലിബ് നഷ്ടപ്പെട്ട് 13ാമത്തേതാകുന്ന സുദിനത്തിൽ പ്രവാചകരുടെ പ്രിയപ്പെട്ടതാകുന്ന കൊച്ചാപ്പയാകുന്ന അബൂ താലിബ് മരണപ്പെട്ടു പോയാണ്. തൊട്ടടുത്ത് തന്നെ 3 ദിവസങ്ങൾക്കപ്പുറം റമദാൻ 15 ആയപ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും വഫാത്താവുകയാണ്. തനിക്ക് പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാകുന്ന ഖദീജയും മരണപ്പെട്ടു പോയില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു വർഷം ആമുൽ ഹുസ്നായി ദുഃഖവർഷമായി നുബുവത്തിന്റെ 10ാമത്തെ വർഷം ആചരിച്ചു നിലകൊള്ളുമ്പോ 49 വയസ്സും 6 മാസവും എത്തിയതാകുന്ന സന്ദർഭം പരിശുദ്ധമായ റജബ് മാസത്തിന്റെ 27ാം രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. യലാമയുടെ വീട്ടിൽ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിദ്രയിൽ കടന്ന പ്രവാചകനെ വിളിച്ചു നിർത്തിയിട്ട് പറയുന്നു, ഖും യാ റസൂലല്ലാഹ്
വതുഫ് ബിൽ ബൈതി സബ്ആ. വിഷമിച്ച പ്രവാചകരെ, ദുഃഖിച്ച പ്രവാചകരെ, ഒരു വർഷം മുഴുവനും പ്രയാസത്തിൽ നീരാടിയ പ്രവാചകരെ, ഇനി സന്തോഷത്തിന്റെ ദിനമാണ്. ഈ രാത്രി ചരിത്രത്തിൽ സാക്ഷിപത്രമാകുന്ന രാത്രിയാണ്. ലോകമിനി എത്രക്ക് ഉത്തുംഗമാകുന്ന സോപാനത്തിലേക്ക് വിരാജിച്ചാലും, ഇന്ത്യ രാജ്യം ഏതെല്ലാം നിലയ്ക്ക് അഭിമാനം കൊണ്ടാലും, അതിനപ്പുറത്തേക്ക് ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങൾ സഞ്ചരിച്ചാലും, ഞങ്ങൾ ചന്ദ്രനിൽ പോയിട്ടുണ്ട്, ഞങ്ങളുടെ പേടകം എത്തിയിട്ടുണ്ട്, മനുഷ്യൻ തന്നെ കാലുകുത്തിയിട്ടുണ്ട്, അവിടെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, അവിടെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ഏതെല്ലാം നിലയ്ക്ക് നീ അവകാശത്തിൻ്റെതാകുന്ന വാഗ്വാദങ്ങൾ മുഴക്കിയാലും അതിനപ്പുറത്തേക്ക് ഹബീബായ നബി തങ്ങളെ അല്ലാഹു കൊണ്ടുപോയാണ്. എഴുന്നേൽക്കണേ റസൂലേ, വതുഫ് ബിൽ ബൈതി സബ്ആ. ഹബീബായ നബി തങ്ങളുമായി പരിശുദ്ധമായ കഅബ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പോവുകയാണ്. കഅബയുടെ പരിസരത്തിൽ ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് യാത്ര, പരിശുദ്ധമായ മനോഹരമായ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. കഅബ ഷരീഫ് 7 പ്രാവശ്യം വലയം ചെയ്തതാകുന്ന പ്രവാചകർക്ക് മുന്നിൽ ബുറാഖ് എന്ന മഹനീയമായ വാഹനത്തെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഹിയ ദാബത്തുൻ അബിയളൂ ഫൗഖൽ ഹിമാരി വദൂനൽ ബഗ്ലി. എന്നെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ ബുറാഖ് എന്ന വാഹനം അതൊരു മൃഗമാണ് സാബ. നിങ്ങൾ കരുതുന്നത് പോലെ ഒരു വാഹനമല്ല. ഈ ദുനിയാവിൽ നിങ്ങൾ കാണുന്നത് പോലെ ഒരു വാഹനത്തിന്റെ രൂപഭാവങ്ങളല്ല. വഹിയ ദാബത്തുൻ അബിയദൂ, വെളുത്ത നിറത്തിനാലുള്ള മൃഗമാണ്. തവീലുൻ, നീണ്ടതാകുന്ന മൃഗമാണ്. ഫൗഖൽ ഹിമാർ, ഒരു കഴുതയേക്കാൾ ഉയരമാ. വദൂനൽ ബഗ്ലി, കോവർ കഴുതയേക്കാൾ ചെറുതാണ്. ഹബീബായ നബി തങ്ങൾ അന്നുള്ള ജനങ്ങളുടെ ഹൃദയാന്തരങ്ങൾ സ്പഷ്ടമാക്കി വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുകയാ. ആ മൃഗത്തിന്റെ പുറത്തേക്ക് ഞാനിതാ കയറുകയാണ്. യഖഉ ഹാഫിറതഹു. സഹാബ, അതിൻ്റെതാകുന്ന കുളമ്പടി എത്തുന്നത് എവിടെയാണോ കണ്ണെത്തുന്നത്, എത്ര ദൂരത്തേക്ക് കണ്ണെത്തുമോ അത്ര ദൂരത്തേക്ക് അതിൻ്റെ കുളമ്പുകൾ സഞ്ചരിക്കുകയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ യാത്ര ചെയ്യുന്ന വാഹനമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലാ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവത്തെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇസ്രായിനെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഇസ്രായിന്റെ പ്രഥമ ആയത്തതല്ലയോ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. പരിശുദ്ധമായ ഹറം ഷരീഫിൽ നിന്ന് തന്റെ അടിമയെ നിശാപ്രയാണം രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പരിശുദ്ധ മക്കയിൽ നിന്ന് 2 മാസത്തെ വഴി ദൂരമുള്ളതാകുന്ന പലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ അടിമയെ യാത്ര നടത്തിയവനായ അല്ലാഹു അവനത്ര പരിശുദ്ധനാണ്. ലൈലൻ, രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം. ലൈൽ എന്ന് പറയുന്ന പദം മഅരിഫയാക്കിയിട്ടല്ല പറഞ്ഞത്, നക്കറയാക്കിയിട്ടാണ്. രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അറബി ഗ്രാമർ അറിയാവുന്നവർക്കും വിഷയങ്ങൾ മനസ്സിലാകും. അള്ളാഹു അത്ഭുതം കുറിക്കൊണ്ട് പറയാൻ, എത്ര വിശാലമായ യാത്രയാണ് ഈ നടത്തിയത്. ദുഃഖിച്ചിരുന്ന പ്രവാചകർ തൻ്റെതാകുന്ന പിതൃവ്യനാകുന്ന അബൂ താലിബും തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാകുന്ന ഖദീജ ബീവിയും മരണപ്പെട്ടതിന്റെ ദുഃഖത്തിൽ 1 വർഷം മുഴുവനും പ്രയാസപ്പെട്ട് നിലകൊണ്ടതാകുന്ന മുത്തുനബിക്ക് സന്തോഷത്തിന്റെ ഒരു യാത്ര. മനസ്സിലാക്കണം, ഇതിലൊക്കെ ഒരുപാട് ആശയങ്ങളുണ്ട്. പലരും പറയും, ഉസ്താദേ ഞാൻ ദുആ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിക്കുന്നില്ല, പ്രയാസമാണ്, ഞെരുക്കമാണ്, സാമ്പത്തികമായ ഞെരുക്കമുണ്ട്.
വളരെയേറെ ശാരീരികമാകുന്ന അസ്വസ്ഥതകളുണ്ട്, വീടിന്റെ കടബാധ്യതകൾ തീരുന്നില്ല, ദുഃഖത്തിലാണ്, ജോലിയൊന്നും ശരിയാവുന്നില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്റ. സഹോദരങ്ങളെ മനസ്സിലാക്കാൻ, ഒരു പ്രയാസമുണ്ടെങ്കിൽ അതിനുടനെ തന്നെ ഒരു എളുപ്പവഴി അള്ളാഹു തുറന്നു തരും. കാലാകാലം അള്ളാഹു നമ്മളെ ബുദ്ധിമുട്ടിക്കൂല. ഒരു പ്രയാസം വന്നാൽ അതിന് തൊട്ടു പിറകെ തീർച്ചയായും ഒരു സന്തോഷമുണ്ടാവും. പ്രവാചകർക്കും അങ്ങനെ തന്നെയായിരുന്നു. മുഅ്മിനായ മനുഷ്യരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കണം, അതിലാണ് കാര്യം. പകുതി ഈമാൻ വെച്ച് പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാൽ പോയി. പരിപൂർണ ഈമാൻ മുറുകെ പിടിച്ച് നമസ്കാരങ്ങൾ ചിട്ട വെച്ച് ഇബാദത്തുകൾ കണിശത വെച്ച് ജീവിച്ചാൽ അള്ളാഹു നിന്നെ കൈയൊഴിയില്ല, തീർച്ചയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രവാചകർ ദുഃഖിച്ചിരുന്നു. തനിക്ക് താങ്ങും തണലുമായി ഭൗതികമാകുന്ന ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, ശത്രുക്കളുണ്ടോ, അവരെ തൊട്ടൊക്കെ തടഞ്ഞു നിർത്തിയിരുന്നതാകുന്ന തന്റെ അബൂ ത്വാലിബ് മരണപ്പെട്ടു. തനിക്ക് സാമ്പത്തികമായി താങ്ങും തണലുമായി നിലകൊള്ളുകയും ഏത് സമയത്തും വീട്ടിൽ ചെന്ന് എന്ത് പ്രതിസന്ധി പറഞ്ഞാലും തന്നെ സമാശ്വസിപ്പിച്ചിരുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ മഹദിവറുകളും വഫാത്തായി. ഭാര്യ മരിച്ചാൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമാണ്. അത് അറിയണമെങ്കിൽ ആ അവസ്ഥ വന്നെങ്കിലേ മനസ്സിലാവൂ. നമ്മുടെ ഉമ്മമാര് മരണപ്പെട്ട് വാപ്പ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ വലിയ ദുഃഖമായിരിക്കും വാപ്പാക്ക്. നേരെ തിരിച്ചാണെങ്കിൽ അങ്ങനെയല്ല. നേരെ തിരിച്ചാണെങ്കിൽ ഒരു വിഷയമില്ല. വാപ്പ ആദ്യം മരിച്ചാൽ ഉമ്മ അഡ്ജസ്റ്റ് ചെയ്യും, മക്കളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യും, പ്രശ്നമല്ല. അതേസമയത്ത് നേരെ ഒന്ന് തിരിച്ച് സങ്കല്പിച്ചോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അതറിയൂല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലേ ഉള്ളൂ അറിയുള്ളൂ. അള്ളാഹു അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അള്ളാഹു സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സിന് സന്തോഷവും റാഹത്തും അള്ളാഹു നസീബാക്കട്ടെ. അതുകൊണ്ട് അവർ ഉള്ളപ്പോൾ അവരുടെ വില അറിയണം. അതിനാണ് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചത്. നമ്മുടെ ഭാര്യ ഉള്ളപ്പോൾ അവരുടെ വില അറിയണം. അവർ മരണപ്പെട്ടതിന് ശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഉള്ള സമയത്ത് മുഴുവനും പിണക്കം, എപ്പോഴും വഴക്കും അടിയും പ്രശ്നങ്ങളും, കുടുംബത്തിൽ നീരസങ്ങളും, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനങ്ങളും, എപ്പോഴും വഴക്ക്, ഒരു ദിവസം പോലും സന്തോഷമില്ല. അങ്ങനത്തെ കുടുംബങ്ങളുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. വളരെ സന്തോഷത്തിൽ പോകുന്നു. കാരണം മരണപ്പെടുമ്പോഴേ ഇതിൻ്റെയൊക്കെ വില അറിയുള്ളൂ. പലപ്പോഴും ഉമ്മമാര് മരണപ്പെട്ടിട്ട് ആളുകൾ വന്ന് കരയാറുണ്ട്. വേണ്ട രീതിക്ക് അവർക്ക് ശുശ്രൂഷ കൊടുക്കാൻ കഴിഞ്ഞില്ല, വേണ്ട രീതിക്ക് ഖിദ്മത്തെടുക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലാക്കി സഹോദരങ്ങളെ ഉപപ്പെടുത്തി മാതാവിനെയും പിതാവിനെയും അള്ളാഹു ഇരുവർക്കും ദീർഘായുസ് നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദുഃഖത്തിന്റെ വർഷത്തിന് ശേഷം സന്തോഷത്തിന്റെ ഒരു ദിനം വരികയാണ്. ഒരു രാത്രിയിൽ തന്നെ വളരെ വലിയ സന്തോഷം. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവാചകരെ കൊണ്ടുപോകുന്നു. അതാണല്ലോ ഇസ്റാ. വഉറൂജുഹു മിനൽ മസ്ജിദിൽ അഖ്സ ഇലാ മാ ഷാ അല്ലാഹു ഫൗഖ സമാവാതി സബഇ ഹുവൽ മിഅറാജ്. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ച തലത്തിലേക്ക്, അവന്റെ തിരുഹളറത്തിലേക്ക് ആകാശലോകങ്ങൾ കീഴടക്കി പിന്നീടുള്ള യാത്രയാണ് മിഅറാജ്. നോക്കൂ നിങ്ങൾ, ഇത് രണ്ടും രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അള്ളാഹു നടത്തി. നേരം വെളുക്കുന്നതിന് മുമ്പ് ആളെ തിരിച്ചിവിടെ കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ മനോഹരമായ യാത്രയാണിത്. അതുകൊണ്ടാണ് ഖുർആൻ അത്ഭുതം കുറിയിട്ട് പറഞ്ഞു സുബ്ഹാന. അത്ഭുതത്തിന്റെ വചനമാണ്. അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അസ്റാ ബി അബ്ദിഹി, തന്റെ അടിമയെ രാത്രിയിൽ രാപ്രയാണം നടത്തി. രാത്രിയിലാണ് പല സഞ്ചാരങ്ങളും ഉണ്ടാവുക. അതുകൊണ്ടാണ് രാത്രിയിലെ ഇബാദത്ത് പകലിനേക്കാൾ ശ്രേഷ്ഠതയാണ്. നമ്മൾ ഇബാദത്ത് എടുക്കുമ്പോൾ രാത്രിയിൽ, കാരണം ലോകം മുഴുവനും ഉറങ്ങുന്ന നേരം, ആ സമയത്ത് നീ ഉറക്കമൊഴിച്ചുകൊണ്ടുള്ളതാകുന്ന ഇബാദത്ത് അള്ളാഹുവിന് വലിയ സ്വീകാര്യതയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് തഹജ്ജുദ് നമസ്കാരം വലിയ ശ്രേഷ്ഠതയാകാൻ കാരണം. രാത്രിയിൽ ഉറക്കമൊഴിച്ചുള്ള ഇബാദത്താണ്, അതിന് വലിയ ബലമാണ്. പക്ഷെ ഖേദകരം എന്ന് പറയട്ടെ, നമ്മളെ വളരെ പിറകോട്ടാണ് ആ വിഷയത്തിൽ. നമ്മളൊക്കെ രാത്രിയിൽ ഉറക്കമൊഴിക്കും മറ്റ് അനാവശ്യ പ്രവണതകൾക്ക് വേണ്ടി, ഹൈറായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ തിരിക്കാറില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സലാസു അയുൻ ലാ തുറാ അയുനുഹുമുൻ നാർ. സഹാബാ, മൂന്ന് കണ്ണുകൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല, നരകം കാണുകയില്ല, തൊടുകയില്ല. ഐനുൻ വല്ലത്ത് അൻ മഹാരിമില്ല, ഹറാം കാണാത്ത കണ്ണാണ്.
ഹറാമ് ദർശിക്കാത്ത കണ്ണാണ്. അശ്ലീലമാക്കപ്പെട്ട കാഴ്ചകളിലേക്ക് തന്റെ കണ്ണുകളെ കൊണ്ടുപോകാത്തതായ കണ്ണുകളുണ്ടോ, തീർച്ചയായും അവന് പരിപൂർണമായ നരകീയ മോചനപത്രമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. രാത്രി ഉറക്കമൊഴിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, അനാവശ്യമാകുന്ന വീഡിയോ കോളുകളും വീഡിയോ കാഴ്ചകളും കാണുന്നവരില്ലേ, ഹറാമാണ്, ഹറാമാ. നരകം വിലക്ക് വാങ്ങരുതേ, വിലക്ക് വാങ്ങരുതേ. നരകത്തെ തൊടാത്ത, നരകം സ്പർശിക്കാത്ത 3 വിഭാഗങ്ങളെ ഹബീബായ നബി തങ്ങൾ എണ്ണുകയാണ്. ഐനുൻ ഖല്ലത്ത് അൻ മഹാരിമില്ലാഹ്, ഹറാം കാണാതെ കണ്ണുകൾ അടയ്ക്കുന്നതായ കണ്ണുണ്ടോ, തീർച്ചയായും നരകീയ മോചനമാണ്, മോചനമാണ്. തീർന്നില്ല, തീർന്നില്ല. വഐനു സഖറത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടുള്ളതായ കണ്ണാണ്. രാത്രിയിൽ ഒരു ജുസ് ഖുർആൻ പാരായണം ചെയ്യുന്ന ഉമ്മമാരുണ്ടോ, ഉപ്പമാരുണ്ടോ? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവരുണ്ടോ? സൂറത്ത് യാസീൻ നോക്കി പാരായണം ചെയ്യുന്നവരുണ്ടോ? സൂറത്തുൽ വാഖിയ ഓതുന്നവരുണ്ടോ? സൂറത്തു സജദ ഓതുന്നവരുണ്ടോ? സബഉൽ മുൻജിയാത്ത് എന്നറിയപ്പെടുന്ന ശ്രേഷ്ഠമായ സൂക്തങ്ങൾ ഓതുന്നവരുണ്ടോ? എങ്കിലെ രക്ഷയാണ്, രക്ഷയാണ്. ഖുർആൻ ഓതുന്നവരെ, ഖുർആൻ കേൾക്കുന്നവരെ അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകുമേ, സംരക്ഷണം നൽകുമേ. നരകത്തെ തൊട്ടുള്ള പരിപൂർണമായ മോചനപത്രം അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമസ്കരിക്കുന്നവരെ, ഖുർആൻ ഓതുന്നവരെ, ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവരെ, വഐനുൻ സഖറത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ, ഈ സദസ്സിൽ വന്നുകൊണ്ട്, മമ്പാട് ഐക്യ ഹാളിൽ വന്നുകൊണ്ട് രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് വാല് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നാളെ ആഖിറത്തിൽ നിനക്ക് സാക്ഷിപത്രമാണ്, സാക്ഷിപത്രമാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞാൻ ആ രാത്രിയുടെ വേളയിൽ ഇന്നാരിന്ന ദിവസത്തിൽ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ 2ാമത്തെ രാവിൽ SYSന്റെ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയിൽ മണിക്കൂറുകളെ ചെലവഴിച്ചവനാണ് റബ്ബേ. എനിക്ക് നാളെ ആഖിറത്തിൽ സാക്ഷിപത്രമാക്കാൻ ഈ രാവ് ഉപകരിപ്പിക്കണേ അല്ലാ. ഈ രാവ് നിനക്ക് നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ നിദാനമാണ്, നരകത്തെ തൊട്ട് കാവലാണ്, കാവലാ. വഐനുൻ സഖറത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെട്ടതാകുന്ന സദസ്സല്ലേ, ഹബീബായ നബി തങ്ങളെ പ്രിയം വെക്കുന്ന മജ്ലിസല്ലേ. ഈ മജ്ലിസിൽ ഉറക്കമൊഴിച്ച പ്രിയപ്പെട്ട മുഅ്മിനേ, നിനക്ക് ഉറപ്പാണ് നരകീയ മോചനം കിട്ടുമേ. തീർന്നില്ല, തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ 3ാമതായി പറയുകയാണ്, വഐനു ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ഗുബാബ്, ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട്, പടച്ച റബ്ബേ, ഞാൻ തെറ്റുകൾ ചെയ്തു പോയവനാണ് അല്ലാ, കള്ളു കുടിച്ചു പോയി റബ്ബേ, വ്യഭിചരിച്ചു പോയി അല്ലാ, സിനിമ കണ്ടുപോയി അല്ലാ, സിനിമാ തിയേറ്ററിൽ പോയി റബ്ബേ, ഹറാമായ കാഴ്ചകൾ കണ്ടവനാണ്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടു നിർത്തവനാണ്, മോശപ്പെട്ട തരത്തിലേക്ക് എന്നെ കണ്ണിനെ കൊണ്ടുപോയവനാണ്, കാതിനെ കൊണ്ടുപോയവനാണ്, കാമുകിയുമായി അനാവശ്യമാകുന്ന ചാറ്റിങ്ങൾ എന്റെ കൈ കൊണ്ട് നടത്തിയവനാണ് റബ്ബേ, അനാവശ്യ ഭാഷണം നടത്തിയവനാണ് അല്ലാ. എനിക്ക് നീ പൊറുക്കണേ അല്ലാ, എന്റെ പാപങ്ങളെ പൊറുക്കണേ റബ്ബേ എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മനുഷ്യനുണ്ടോ? വൈനുൻ ഖറജത് മിൻഹാ ദുമൂ, ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരെ അല്ലാഹു നിനക്ക് നരകീയ മോചനപത്രം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് വേണം? രാത്രിയിൽ ഉറക്കമൊഴിക്കുന്നത് ആ രീതിയിലാവണം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് അത്തരത്തിലുള്ള ഒരു മജ്ലിസായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മസ്ജിദുൽ അഖ്സയിലേക്ക് ഞാൻ എത്തി. 1,23,999 അംബിയാ മുർസലീങ്ങൾക്കും ഞാൻ ഇമാമായി നിസ്കരിക്കുകയാണ്. وقدمتك جميع الأنبياء بهم والرسل تقدم مخدوم على خدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سريت من حرمي ليلا إلى حرمي كما سر البدر في داج من الظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ബുർദയിലൂടെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ ഹറം ശരീഫിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്തവരല്ലേ. ആകാശത്ത് മിന്നിമറയുന്നതാകുന്ന നക്ഷത്രങ്ങളിലൂടെ ചന്ദ്രൻ ഒളിയിട്ട് സഞ്ചരിക്കുന്നത് പോലെ ലോകത്തിന്റെ നെറുകയിലൂടെ തങ്ങൾ എല്ലാത്തിനും പകഞ്ഞു മാറ്റിക്കൊണ്ട് സഞ്ചരിച്ചു പോയവരല്ലേ. വല്ലാത്ത യാത്രയാണ്. ഹബീബായ നബി തങ്ങൾ സന്തോഷിക്കുകയാണ്. മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുകയാണ്. പവിത്രമാക്കപ്പെട്ട പള്ളിയല്ലയോ. അവിടെ നിന്ന് വന്ന അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹാബത്ത്, തന്റെ പ്രിയപ്പെട്ടതാകുന്ന അംബിയാ മുർസലീങ്ങൾക്ക് ഇമാമത്തായി നിർവഹിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞു. ഹബീബായ നബി തങ്ങളുടെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ട് പാത്രങ്ങളായി കടന്നു വരുവയാ. ആ പ്രവാചകരോട് നബിയോട് പറയുന്നു, നബിയേ ഇഖ്തർ യാ റസൂലല്ലാഹ്, ഇഷ്ടമുള്ള കോപ്പ തിരഞ്ഞെടുക്കാം റസൂലേ. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ ഒന്നിൽ പാലാണ്, മറ്റൊന്നിൽ കള്ളാണുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പാലിനെ തിരഞ്ഞെടുക്കുകയാണ്. ഉടനെ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, വലൗ ഇഖ്തറതൽ ഖമറ ലഗവതു ഉമ്മതുക. നബിയേ തങ്ങളെങ്ങാണം കള്ള് തിരഞ്ഞെടുത്തിരുന്നു എങ്കിൽ തങ്ങളുടെ സമുദായം മുഴുവനും പിഴച്ചു പോയേനെ റസൂലേ, പിഴച്ചേനെ ഹബീബേ. ഇഖ്തറതൽ ഫിത്രത യാ റസൂലല്ലാഹ്. കാരുണ്യത്തിന് തിരുദൂതരെ, തങ്ങളെ തിരഞ്ഞെടുത്തത് സന്മാർഗലബ്ധിയാണ്. തങ്ങളെ തിരഞ്ഞെടുത്തത് ഏറ്റവും ഹൈറായ മാർഗമാണ്. വലൗ ഇഖ്തറതൽ ഖംറ ലഗവതു ഉമ്മതുക. 1400 വർഷം മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇത് പറയുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ, അന്ന് പ്രവാചകരെങ്ങാനും കള്ള് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഈ ഉമ്മത്ത് മുഴുവനും പിഴച്ചു പോയേനെ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അന്ന് പ്രവാചകർ കള്ള് തിരഞ്ഞെടുത്തിട്ട് തന്നെ എത്ര ആളുകൾ അവിടെ കള്ളു കുടിക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ പാല് തിരഞ്ഞെടുത്തിട്ട് തന്നെ, അന്ന് പ്രവാചകർ പാല് തിരഞ്ഞെടുത്തിട്ട് തന്നെ ഈ ഉമ്മത്തിൽ എത്ര ആളുകൾ കള്ളു കുടിക്കുന്നവരായി മാറി. ഇപ്പോഴും ഈ കഴിഞ്ഞ ഓണത്തിന് കണക്കെത്രയാണ്? നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏത് ജില്ലയാ പിറകോട്ടുള്ളത്? എല്ലാവരും മത്സരിച്ച് കുടിക്കാൻ. എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഈമാൻ പരിപൂർണമായി ഊരപ്പെട്ടു പോകും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു പഠിപ്പിച്ച. എന്നിട്ട് ഈ ഉമ്മത്തിൽ എത്ര ആളുകൾ ഇപ്പോഴും ലഹരി നുണയുന്നവരുണ്ട്. ഇന്നിപ്പോ കള്ളൊക്കെ മാറി MDMAയും LSDയും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളും ഒക്കെ നാവിനടിയിൽ വെച്ച് വാത് കേൾക്കാൻ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറുകയാണ്. ചിലരെ കാണുന്നില്ലേ, ഖുതുബ ഓതാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇമാം മിമ്പർ ഖുതുബ ഓതുന്ന സമയത്താണ് ചെടിയടിയിൽ നിന്ന് എടുത്ത് കുറച്ചു നേരം പോകത്തി വെച്ച്
ഖുതുബ കഴിഞ്ഞ് നിസ്കാരം കഴിയുമ്പോൾ വീണ്ടും അത്ര അഡിക്റ്റായി നിൽക്കുന്ന ആളുകളുണ്ട്. തിരികെ വെക്കാൻ. എവിടെയാണ് ലോകം? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയാണ് ലോകം എത്തിച്ച്? അപ്പൊ പ്രവാചകരെങ്ങാനും അന്ന് കള്ളെടുത്തിരുന്നെങ്കിലുള്ള അവസ്ഥ. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, വലൗ ഇഖ്തറതൽ ഖംറ ലഗവത് ഉമ്മതുക, തങ്ങളുടെ ഉമ്മത്ത് നശിക്കും. തീരാണ് അതോടുകൂടി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇഖ്തറതൽ ഫിത്രത, തങ്ങൾ തെരഞ്ഞെടുത്തത് സന്മാർഗ്ഗലബ്ധിയാണ്. നോക്കൂ നിങ്ങൾ, എത്ര കാര്യങ്ങളാണ് ഇതിനിടയിൽ പഠിപ്പിക്കുന്നത്. ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഫാമിലിയായിട്ട് പോവാൻ, നിലമ്പൂർക്ക് പോയി, അല്ലെങ്കിൽ ഇവിടുന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോവാൻ, അല്ലെങ്കിൽ മമ്പുറത്തേക്ക് പോയി സിയാറത്തിന്, ഉദാഹരണം. അങ്ങനെ നമ്മൾ യാത്ര പോകുന്ന വേളയിൽ ഇടയ്ക്കൊന്ന് വിശ്രമിക്കാനൊന്ന് ഇറങ്ങണം. ഒരു കൂൾ ഡ്രിങ്ക്സ്, ബോയ് സാഹിബ് ഇടയ്ക്ക് ഇറങ്ങിയിട്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കണം. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരെ കൊണ്ടൊരു യാത്ര പോവാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നു. അവിടെ വന്നു, നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും നല്ല പാല് കൊടുക്കാൻ. നോക്കൂ നിങ്ങൾ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാല് കുടിച്ചതിന് ശേഷമാണ് യാത്ര മുന്നേ പോവാൻ. എങ്ങോട്ടാ പോകുന്നത്? അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് പോവാൻ. ഭയങ്കര യാത്ര. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വീണ്ടും ബുറാഖ് എന്ന വാഹനത്തിലേക്ക് എന്നെ കയറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്. ആദരവായ പ്രവാചകർ പറയുന്നു, ദീർഘമായ യാത്രയാണ്.